അന്തരിച്ച മുതിർന്ന CPIM നേതാവ് M ലോറൻസിന് രാഷ്ട്രീയ കേരളത്തിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറി. അതിനിടെ പൊതുദർശന സ്ഥലത്ത് സംഘപരിവാർ ബോധപൂർവം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാർ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, മമ്മൂട്ടി, പ്രൊഫസർ MK സാനു ഉൾപ്പെടെ കലാസാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേർ അന്തിമോപചാരം അർപ്പിച്ചു. സമഗ്ര വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുകയാണ്. സാലി, അങ്ങേയറ്റം ദുഃഖകരമായ സംഭവങ്ങളാണ് M ലോറൻസിന്റെ അന്ത്യയാത്രാ വേളയിൽ നമ്മൾ ടൗൺ ഹാളിൽ കണ്ടത്. ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള കുൽസിതമായ നീക്കങ്ങൾ നമ്മൾ ടൗൺ ഹാളിൽ കണ്ടു. രാവിലെ മുതൽ വലിയ സംഭവ വികാസങ്ങൾക്കൊടുവിൽ, നാടകീയതകൾക്കൊടുവിൽ ആണ് ഇതിനൊരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്. സമഗ്ര വിവരങ്ങൾ എന്തെല്ലാമാണ്? നീലിമ, അങ്ങേറ്റം വികാര നിർഭരമായ യാത്രയപ്പാണ് രാഷ്ട്രീയ കേരളം M ലോറൻസ് നൽകിയതെന്ന് പറയാം. രാവിലെ 7:30 ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങിയത് മുതൽ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഓരോ സ്ഥലത്തും ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. പ്രിയ നേതാവിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി രാവിലെ ആശുപത്രിയിൽ, തുടർന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ, പിന്നീട് ലെനിൻ സെൻറ്ററിൽ, ഒടുവിൽ ടൗൺ ഹാളിൽ. ലെനിൻ സെൻറ്ററിൽ വെച്ചാണ് പാർട്ടി പതാക പുതപ്പിച്ചത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ, മന്ത്രിമാർ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ജില്ലയിലെ CPM നേതാക്കൾ എന്നിവർ ചേർന്ന് മൃതദേഹത്തിൽ ചെങ്കോടി പുതപ്പിച്ചു. തുടർന്ന് ആണ് വിലാപയാത്രയായി മൃതദേഹം ടൗൺ ഹാൾ പരിസരത്തേക്ക് കൊണ്ടുവന്നു. അവിടെയായിരുന്നു പ്രധാന പൊതുദർശനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ തന്നെ എത്തി ഏറെ നേരം അവിടെ ചെലവഴിച്ച് പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചാണ് മടങ്ങിയത്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ, ഒപ്പം CPM പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ MA ബേബി, A വിജയരാഘവൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, UDFന്റെ വിവിധ ഘടകകക്ഷി നേതാക്കൾ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ, അങ്ങനെ ഒട്ടനവധി പേർ ഇവിടെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ച് മടങ്ങി. ഒപ്പം ചലച്ചിത്ര, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ നിന്ന് പ്രൊഫസർ MK സാനു, മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവർ, ചില സാംസ്കാരിക പ്രവർത്തകർ ഒക്കെ ലോറൻസിന് അന്തിമാഭിവാദ്യം അർപ്പിക്കുകയും ചെയ്തു. ഏതായാലും വികാരനിർഭരമായ യാത്രയപ്പാണ് നൽകിയത്. ഒടുവിൽ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറുകയും ചെയ്തു. അതിനിടെ നാടകീയമായ ചില സംഭവവികാസങ്ങളുണ്ടായത് ഇപ്രകാരമാണ്. നമുക്കൊക്കെ അറിയുന്നതുപോലെ M ലോറൻസിൻ്റെ 4 മക്കളാണുള്ളത്. അതിൽ ഒരാൾ മരണപ്പെട്ടു, ബാക്കി 3 പേരാണുള്ളത്. അതിൽ 2 പേരും മറ്റു കുടുംബാംഗങ്ങളും നിർദ്ദേശിച്ചതനുസരിച്ചാണ് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പഠനാവശ്യത്തിനായി നൽകാം എന്ന് തീരുമാനിച്ചത്. അവർ M ലോറൻസ് തന്നെ സ്വന്തം മക്കളെ അതിന് ചുമതലപ്പെടുത്തിയിരുന്നതനുസരിച്ച് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ ഇന്ന് അതുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ലോറൻസുമായി ഏറെ നാളായി പിണങ്ങിക്കഴിഞ്ഞിരുന്ന മകൾ ആശയും, നേരത്തെ തന്നെ BJPയിൽ പോയിരുന്ന ഈ ആശയുടെ ഒരു മകനും ചേർന്ന് അവിടെ എത്തുകയും തങ്ങളുടെ പിതാവിനെ പള്ളിയിൽ സംസ്കരിക്കണം എന്നൊരാവശ്യം ഉന്നയിക്കും. M ലോറൻസിന്റെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട്, അദ്ദേഹത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. മകൾ ആശ തന്നെയാണ് ഈ വിവാദത്തിന് തിരികൊളുത്തി രംഗത്ത് വന്നത്. ആശയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, അതുപോലെ ആശയുടെ മകൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു ബോധപൂർവമായ നീക്കം അവിടെ ഉണ്ടായി എന്നത് നിസ്തർക്കമാണ്. ആ കാര്യങ്ങളാണ് സാലി മുഹമ്മദ് വിശദീകരിച്ചത്. ഇപ്പോൾ M ലോറൻസിൻ്റെതായി പുറത്തു വന്ന ഒരു പഴയ ഫേസ്ബുക്ക് കുറിപ്പ് കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ നടന്ന സംഭവങ്ങളുടെ ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകുക. കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും ഒരുപാട് വിഷമിപ്പിച്ച ആൾ ഇപ്പോൾ സംഘപരിവാറിനൊപ്പം എന്നാണ് മകളെക്കുറിച്ച് M ലോറൻസ് 2021 പറഞ്ഞത്. അതായത് കുടുംബജീവിതത്തിലും പൊതുജീവിതത്തിലും തനിക്ക് ഒരുപാട് വിഷമങ്ങൾ സൃഷ്ടിച്ചു. ആ മകൾ അന്ത്യയാത്രയിലും തനിക്ക് വിഷമങ്ങൾ സൃഷ്ടിച്ച ഒരു നേർസാക്ഷ്യമാണ് ഇന്ന് എറണാകുളം ടൗൺ ഹാളിൽ കാണാനായത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അവിടെ എടുക്കുന്ന സമയത്ത്, പൊതുദർശനത്തിൽ വെച്ച സമയത്ത്, മെഡിക്കൽ കോളേജിന് കൈമാറേണ്ട ഒരു സമയമായപ്പോൾ വളരെയധികം നാടകീയതകൾ നമ്മൾ അവിടെ കണ്ടതാണ്. ആശയും മകനും ചേർന്ന് ചില നാടകീയ സംഭവവികാസങ്ങൾ അവിടെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആശ മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആചാരമനുസരിച്ച്, കത്തോലിക്ക സമ്പ്രദായം അനുസരിച്ച് കത്രിക്കടവ് പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ മൃതദേഹം അടക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ആശ ഹൈക്കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. പക്ഷേ കൃത്യമായി ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്ത് മൃതദേഹം ഈ മെഡിക്കൽ കോളേജിൽ സൂക്ഷിക്കണം,
എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് മെഡിക്കൽ കോളേജിന് മൃതദേഹം കൈമാറുന്നു. അനാട്ടമി നിയമം അനുസരിച്ച് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു വച്ചിട്ടുണ്ട്. സഹോദരി ആശയ്ക്ക് പിന്നിൽ ഒരു വിഭാഗം RSS നേതാക്കളെന്ന് ലോറൻസിന്റെ മകൻ സജീവൻ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തീരുമാനമാണ് അപ്പച്ചൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വേണമെന്നുള്ളത്. അത് ഞാൻ പാർട്ടിയോട് പറഞ്ഞു. പാർട്ടി അങ്ങനെ തീരുമാനിച്ചു. പുറകിൽ ചില അറസ്റ്റുകാരാണ്. ഞാനിപ്പോൾ പേര് മുഴുവൻ പറയുന്നില്ല ആൾക്കാരുടെ. നേരത്തെ ഇവള് അപ്പച്ചൻ്റെ ആത്മകഥ പബ്ലിഷ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നു എറണാകുളം മുനിസിപ്പൽ കോർട്ടിൽ. അതിൽ എനിക്കൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഞാൻ പാർട്ടിക്കാരനാണ്, ഞാനപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിൽ പറയില്ല, ഞാനാണത് തയ്യാറാക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അത് അന്നത്തെ ലോയർ ഒരു കൃഷ്ണരാജ് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വക്കേറ്റാണ്. കൃഷ്ണരാജ് മറ്റേ BJPയുടെ കുമ്മനം രാജശേഖരൻ പിന്നെ സ്വപ്ന സുരേഷ് ഇവരെയൊക്കെ ലോയറായി. അപ്പച്ചൻ അറിയായിരുന്നു ഈ കാര്യം. അപ്പോൾ അപ്പച്ചൻ കൃഷ്ണരാജിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് പഴയ സെക്കൻഡ് വേൾഡ് വാർ ഫിലിം പാസേജ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചെൻ്റെ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പച്ചൻ. ഞാൻ പറഞ്ഞത് കണ്ടിട്ടുണ്ട്. അതിൽ ആൻ്റണി ക്വിന്നാണ് ഹീറോ ആയിരുന്നത്. ആൻ്റണി ക്വിൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതിലൊരു ഗസ്റ്റപ്പോനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഗസ്റ്റപ്പോ എന്ന് വെച്ചാൽ ജർമ്മൻ സീക്രട്ട് ഏജൻസാണ്. അന്ന് അതിലൊരു ഗസ്റ്റപ്പോ ഉണ്ട്. ഗസ്റ്റപ്പോ പോയിട്ട് ഒരാളെ രഹസ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് അയാളെ ഫ്ലാറ്റിൽ കൊണ്ടുവരുമ്പോൾ നമ്മളെല്ലാം കാണികളൊക്കെ വിചാരിക്കും വളരെ കൂട്ടായിട്ട് തോളത്ത് കൈയിട്ട് ഫ്രണ്ട്ലി ആയിട്ട് ചിരിച്ച് കളിച്ചൊക്കെയാണ് വരുന്നത്. ഫ്ലാറ്റിൽ കൊണ്ടുവന്ന് ഗസ്റ്റപ്പോ അയാൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നു കിച്ചണിൽ. ഈ കൊണ്ടുവന്ന തടവുകാരൻ നമുക്ക് പറയാൻ പറ്റില്ല, അവർ സ്നേഹിതരെ പോലെയാണ് വരുന്നത്, തോളത്ത് കൈയിട്ടൊക്കെ വരുന്നത്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ നുറുക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ കട്ടിംഗ് ബോർഡിൽ വെജിറ്റബിൾ നുറുക്കുന്നത് നമ്മൾ കാണുന്നത്, അവർ ചിരിച്ച് കളിച്ച് നിൽക്കുന്നതാണ്. MM ലോറൻസിന്റെ കുടുംബാംഗങ്ങളുടെ തീരുമാനത്തിനൊപ്പമാണ് പാർട്ടി നിന്നതെന്ന് CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ. പാർട്ടിക്ക് പ്രത്യേക നിർബന്ധ ബുദ്ധിയില്ല. പാർട്ടിയുടെ സമുന്നതനായ നേതാവാണ് MM ലോറൻസ് എന്നും അദ്ദേഹത്തിന്റെ മരണാനന്തര നടപടികൾ വിവാദമാക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ലെന്നും CN മോഹനൻ പറഞ്ഞു. മൃതദേഹം മെഡിക്കൽ കോളേജിന് വിട്ടു നൽകുന്ന സമയത്തുണ്ടായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. അത് പാർട്ടിക്ക് വേദനയുണ്ടാക്കിയെന്നും CN മോഹനൻ പറഞ്ഞു. ഹൈക്കോടതിയുടെ തന്നെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിന് ഈ ബോഡി ഏറ്റുവാങ്ങാവുന്നതാണ്. ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ എൻ്റെ ഓർഡർ നേരിട്ട് കണ്ടിട്ടില്ല, മനസ്സിലാക്കിയത് ഇത് സംബന്ധിച്ച് അതിൻ്റെ ബന്ധപ്പെട്ട അനാട്ടമി വിഭാഗത്തിൻ്റെ ചുമതലപ്പെട്ട ആളുകൾ ഹിയർ ചെയ്ത് നിശ്ചയിക്കട്ടെ എന്നാണ് തീരുമാനിച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റുവാങ്ങുന്നതിന് തടസ്സമൊന്നുമില്ലയെന്ന് കോടതി പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുന്ന് മെഡിക്കൽ കോളേജിൻ്റെ അധികൃതർ വന്നതിന് ശേഷം ബോഡി ഏറ്റുവാങ്ങി അവർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവർ ആ ബോഡി അവരുടെ ഫ്രീസറിൽ സൂക്ഷിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിരുന്നു, ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് പാർട്ടി എന്നുള്ളൊരു വിധത്തിൽ യാതൊരു നിർബന്ധ ബുദ്ധിയില്ല. അത് കുടുംബം നിശ്ചയിക്കേണ്ട കാര്യമാണ്. കുടുംബം നിശ്ചയിച്ചതാണ് യഥാർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിന് കൊടുക്കണം, ഈ ബോഡി കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അതായിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ചതാണ്. ആ തീരുമാനത്തെ പാർട്ടി അംഗീകരിച്ച് മാത്രമേ ഉള്ളൂ. അതിന് മതപരമായ ചടങ്ങ് വേണോ അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവർ നിശ്ചയിക്കേണ്ടതാണ്. ഞങ്ങൾ ആ കാര്യത്തിൽ ഇടപെട്ടിട്ടേ ഇല്ല. ഈ മരണം ഒരു വിവാദമാക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ CPIM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്തുള്ള സമുന്നതനായിട്ടുള്ള നേതാവാണ് സൗ ലോറൻസ്. അദ്ദേഹത്തിൻ്റെ മരണം വെച്ച് മക്കളിൽ ചില ആൾക്കാർ ഒരു വിവാദമാക്കിയതിന് ശേഷം എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാനായിരിക്കും. അതിനൊന്നും നിന്നു കൊടുക്കാൻ പാർട്ടി തയ്യാറില്ല. പാർട്ടി കഴിഞ്ഞ വർഷങ്ങളായിട്ട്, അതായത് 3 വർഷം കിടപ്പായതിനു ശേഷം മാത്രമല്ല, അതിന് മുമ്പുള്ള സമയത്തും ലോറൻസിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പൈസയും മറ്റ് സൗകര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരുന്ന പാർട്ടിയാണ്. അത് ഞങ്ങൾ ഇനിയും ചെയ്യും. അതായത് ലോറൻസിൻ്റെ അല്ല, ഇനി വേറൊരാൾക്ക് വന്നാലും അത് ചെയ്യും. അങ്ങനെയാണ് പാർട്ടിയുടെ രീതി. അദ്ദേഹം വീട്ടിൽ കിടന്ന കാലത്തും ഇതിനാവശ്യമായിട്ടുള്ള ചികിത്സയെല്ലാം കൊടുത്തു. വീണ്ടും ഈ ബോഡി വെച്ചുകൊണ്ട് വിലപേശാൻ തുടങ്ങിയപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് അടുത്തേക്ക് വരാൻ പറ്റിയിട്ടില്ല. ഈ കുടുംബാംഗങ്ങളാണ് അവിടെ സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെ അടുത്ത് പാർട്ടിക്ക് വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല. അത് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം വെച്ചാൽ, അങ്ങനെ ഉണ്ടായോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആരാണിത് ചെയ്തത്? ഒരാൾ 95 വയസ്സ് കഴിഞ്ഞ് 96 വയസ്സിലുള്ള ഒരാൾ മരണപ്പെട്ടതിന് ശേഷം ആ ആളെ സ്വസ്ഥമായി സംസ്കരിക്കാൻ സമ്മതിക്കില്ല എന്നത് പിന്നെ ആര്? അവരുടെ 2 മക്കളും അവരുടെ
ലോറൻസ് സാറിൻ്റെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാം കൂടി ഇടപെട്ട കാര്യത്തിൽ